നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന അവസ്ഥ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായി 1 മിനിറ്റിൽ താഴെ, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റിൽ താഴെയാണ് സ്ഖലനത്തിനെടുക്കുന്ന സമയമെങ്കിൽ നമുക്കതിനെ ശീഘ്രസ്ഖലനം എന്ന് പറയാവുന്നതാണ്. അപ്പോൾ പലർക്കുമുള്ള സംശയമാണ്, ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് സ്ഖലനത്തിനെടുക്കുന്ന സമയം വളരെയധികം കുറവാണ്, അതുകൊണ്ട് തന്നെ ഓറൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുമോ എന്നുള്ളത്. ഓറൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏത് രീതിയിലുള്ള ലൈംഗിക പ്രവർത്തനത്തിലും നമുക്ക് കാണാവുന്നതാണ്. അതായത് ലിംഗയോനി സംയോജനത്തിൽ മാത്രമല്ല, ഏനൽ സെക്സ് അതായത് ഗുദമാർഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം, ഓറൽ സെക്സ് അതായത് വദനസുരതം, മാസ്റ്റർബേഷൻ അതായത് സ്വയംഭോഗം, അതേപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള ചെറിയൊരു സ്പർശനം, ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലും തന്നെ നമുക്ക് ശീഘ്രസ്ഖലനം എന്ന അവസ്ഥ കാണപ്പെടാൻ കഴിയുന്നതാണ്. അവിടെയും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്ഖലനത്തിൽ എടുക്കുന്ന സമയം 1 മിനിറ്റിൽ താഴെയാണോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് സ്ഖലനത്തിന്റെ സമയം വളരെയധികം കുറവായി അനുഭവപ്പെടുന്നത് നോക്കാം. ഇനി നിങ്ങൾ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്ഖലനത്തിന് സമയം കുറവുണ്ടാവുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന അവസ്ഥയല്ല. നിങ്ങൾക്ക് ഈ ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്ന് സ്ഖലനം നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം നിങ്ങൾക്ക് വളരെ കൂടുതൽ അനുഭവപ്പെടുകയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ല. പഠനങ്ങൾ പറയുന്നത് 18-നും 59-നും ഇടയിൽ പ്രായമുള്ള 1/3 പുരുഷന് വീതം ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്നാണ്. ശീഘ്രസ്ഖലനം എന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെയും അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ നമുക്ക് ശീഘ്രസ്ഖലനം പരിഹരിക്കാൻ കഴിയുന്നത് തന്നെയാണ്. എല്ലായ്പ്പോഴും നമുക്ക് അതിനു വേണ്ടിയിട്ട് ഔഷധങ്ങൾ സേവിക്കേണ്ടതായ യാതൊരു ആവശ്യവും വരാറില്ല. കൗൺസിലിംഗ്, ചെറിയ ചെറിയ ടെക്നിക്കുകൾ, അതായത് നമ്മുടെ സ്ഖലനത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതായ ടെക്നിക്കുകൾ, അത് ഓരോരുത്തരുടെയും ദേഹപ്രകൃതിക്കും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളോടെല്ലാം തന്നെ നിങ്ങൾക്ക് ശീഘ്രസ്ഖലനത്തെ പൂർണ്ണമായിട്ടും പരിഹരിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെയാണ്. ശീഘ്രസ്ഖലനം ഉണ്ടാവുന്നതിന് ചിലപ്പോൾ മാനസികമായ കാരണങ്ങളായിരിക്കാം, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. അപ്പോൾ ഇതിലെ ഏത് രീതിയിലുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ശീഘ്രസ്ഖലനം ഉണ്ടായത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ ചികിത്സാ രീതിയും വരുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള കാരണമോ മാനസികമായിട്ടുള്ള കാരണമോ ഏത് തന്നെയാണെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ നമുക്ക് ശീഘ്രസ്ഖലനം പരിഹരിക്കാൻ കഴിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.